കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് അമേരിക്കയുടെ ആഗസ്റ്റ് മാസത്തെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ. അമേരിക്കയുടെ ആഗസ്റ്റ് മാസത്തെ CPI ഇൻഫ്ലേഷൻ 2.5% രേഖപ്പെടുത്തി. ജൂലൈ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ CPI ഇൻഫ്ലേഷൻ 2.9% നിന്നും 2.5% ഇടിഞ്ഞിട്ടുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ 2.6% CPI ഇൻഫ്ലേഷനായിരുന്നു മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കോർ ഇൻഫ്ലേഷൻ 0.2% ഉയരുകയും ചെയ്തിട്ടുണ്ട്. എനർജി, ഫുഡ് ഉൾപ്പെടെയുള്ള ആൾ ഐറ്റം ഇൻഡെക്സ് 2.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം എനർജി ഇൻഡെക്സ് മന്ത് ടു മന്ത് 3.2% ഉയർന്നെങ്കിലും ഇയർ ഓൺ ഇയറിൽ 4% ഇടിഞ്ഞിട്ടുണ്ട്. ഫുഡ് ഇൻഡെക്സ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.1% ഉയരുകയും ചെയ്തു. അമേരിക്കയുടെ കോർ ഇൻഫ്ലേഷൻ ഡേറ്റയും അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റയും ഒരു മിക്സഡ് സിഗ്നലാണ് നൽകുന്നത്. ജൂലൈ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഗസ്റ്റ് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 4.3% നിന്നും 4.2% കുറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് വരുന്ന FOMC മീറ്റിങ്ങിൽ, അതായത് സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കുന്ന ഫെഡിൻ്റെ FOMC മീറ്റിങ്ങിൽ 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടെക് സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് റൗട്ട് മൊബൈൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1637 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1942, 52 വീക്ക് ലോ 1386. ഇയർടെൽ ഡേറ്റിൽ ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 3% റിട്ടേൺ മാത്രമാണ് നൽകിയത്. റൗട്ട് മൊബൈലിൻ്റെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ 6% സ്റ്റേക്കുകൾ OFS വഴി സെൽ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റൗട്ട് മൊബൈൽ എന്ന കമ്പനിയിൽ റീസെൻ്റ്ലി പ്രൊമോട്ടർ മാറിയിരുന്നു. കമ്പനിയുടെ പ്രൊമോട്ടർ പ്രോക്സിമസ് ഒപ്പാൽ ഗ്രൂപ്പിന് എൻ്റയർ പ്രൊമോട്ടർ ഇക്വിറ്റി സെൽ ചെയ്തിരുന്നു. ഇപ്പോൾ പ്രോക്സിമസ് ഒപ്പാൽ ഗ്രൂപ്പാണ് റൗട്ട് മൊബൈലിൻ്റെ പ്രൊമോട്ടർ. പ്രോക്സിമസ് ഒപ്പാൽ ഗ്രൂപ്പിന് റൗട്ട് മൊബൈലിൽ ഏകദേശം 80% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നും 6% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഗവൺമെൻറ് OFS വഴി സെൽ ചെയ്യുന്നത്. അതായത് 38 ലക്ഷം ഷെയറുകൾ 1635 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുന്നു. സെപ്റ്റംബർ 12-13 തീയതികളിലാണ് OFS അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുക. ഇവിടെ റൗട്ട് മൊബൈലിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രൈസിൽ വളരെ വലിയ ഡിസ്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ OFSൽ 10% ബാൻഡ് റീറ്റെയിൽ കാറ്റഗറിയിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. 25% ബാൻഡ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻഷുറൻസ് കമ്പനികൾക്കാണ് നീക്കി വെച്ചിരിക്കുന്നത്. റീസെൻ്റ്ലി പ്രോക്സിമസ് ഒപ്പാൽ ഗ്രൂപ്പ് റൗട്ട് മൊബൈലിൻ്റെ 83% സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. ഈ അക്വിസിഷൻ വഴി റൗട്ട് മൊബൈൽ എന്ന കമ്പനിക്ക് US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും എൻട്രി ലഭിക്കുകയും കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയും സിനർജീസും അൺലോക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജൂൺ ക്വാർട്ടറിൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ഹയസ്റ്റ് റവന്യൂ നേടുകയും കമ്പനി വാട്സപ്പ് ബേസ്ഡ് ടിക്കറ്റിംഗ് സംവിധാനം മെട്രോ റെയിൽസിൽ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റൗട്ട് മൊബൈൽ എന്ന സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി സ്റ്റോക്ക് ഏകദേശം ഇതേ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നു. 1500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടും 1700 റെസിസ്റ്റൻസുമാണ്. റീസെൻ്റ്ലി മെയ് മാസത്തിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നപ്പോൾ സ്റ്റോക്ക് 1900 വരെ ഉയർന്നിരുന്നു. അതായത് റൗട്ട് മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം 1500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടും 1900, 2000 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ ടാർഗറ്റുമാണ്. 1500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1400-നടുത്തും സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബർജർ പെയിൻറ്റ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബർജർ പെയിൻറ്റ് 2.5% ഉയർന്ന് 617 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 72,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 61.66, ഡിവിഡൻഡ് ഈൽഡ് 0.57%, 52 വീക്ക് ഹൈ 679, 52 വീക്ക് ലോ 439. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ബർജർ പെയിൻറ്റ് 17%-നടുത്ത് റിട്ടേൺ നൽകി. എയർടെൽ ഡേറ്റിൽ 2.5% റിട്ടേൺ ആണ് നൽകിയത്. ബർജർ പെയിൻറ്റ്, നാരോലാക്ക്, അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2021 ശേഷം ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് തന്നെയാണ് പെയിൻറ്റ് കമ്പനികളുടെ പെർഫോമൻസ് പിന്നിലെ പ്രധാന കാരണം. ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $70 പെർ ബാരലിന് താഴെ എത്തുകയും ചെയ്തു. ഇവിടെ ബ്രന്റ് ക്രൂഡിന് മുകളിലുള്ള ഡിമാൻഡിൽ വന്നിരിക്കുന്ന ഗണ്യമായ ഇടിവ് തന്നെയാണ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം.
2.11 മില്യൺ ബാരൽ പെർ ഡേയിൽ നിന്നും ഡിമാൻഡ് 2.03 മില്യൺ ബാരൽ പെർ ഡേ ആയി ഇടിഞ്ഞിട്ടുണ്ട്. വരും സമയങ്ങളിൽ ഗ്ലോബൽ ഡിമാൻഡ് കുറയും എന്നാണ് ഒപെക്കും ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ഡിമാൻഡ് ചിലപ്പോൾ 1.74 ബില്യൺ ബാരൽ പെർ ഡേ ആയി ഇടിയാൻ സാധ്യതയുണ്ട്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റും പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റുമാണ് നമ്മൾക്ക് ബ്രന്റ് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. പെയിൻറ്റ് കമ്പനികളുടെ ഒരു പ്രധാന റോ മെറ്റീരിയലായിട്ടാണ് ക്രൂഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് കമ്പനിയുടെ മെറ്റീരിയൽ കോസ്റ്റിൽ 30% ഇടിവ് വരുത്തുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒട്ടുമിക്ക പെയിൻറ്റ് സ്റ്റോക്കുകളിലും കാണാൻ സാധിച്ചു. ഏഷ്യൻ പെയിൻറ്റ് 2% ഉയർന്നു. ബെർജർ പെയിൻറ്റ് 3% ഉയരുകയും നെരോലാക് കൻസായി 3% ഉയരുകയും ഇൻഡിക പെയിൻറ്റ് 1% ഉയരുകയും ചെയ്തു. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ബെർജർ പെയിൻറ്റ്. കൂടാതെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 620 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. 620 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 680 എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 680 ശേഷം 720 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. ബെർജർ പെയിൻറ്റിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും. മുമ്പ് 720 രൂപയിൽ നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും സ്റ്റോക്ക് ഏകദേശം 412 രൂപ വരെ 440 രൂപ വരെ ഇടിയുകയും ചെയ്തു. 440 രൂപയിൽ നിന്നും സ്റ്റോക്ക് വീണ്ടും ഹയർ ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറി. ഇപ്പോഴും സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 513 എന്ന റേഞ്ച്. ഇവിടെ നിന്നും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 608, 600 തുടങ്ങിയ റേഞ്ചുകളാണ്. 600 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 513 സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 494 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്